ഇപ്പോഴത്തെ ചൂടിന് എല്ലാ വീട്ടിലും സുലഭമായിട്ട് കിട്ടുന്നതാണ് മാങ്ങ. ഇത് വെച്ചിട്ട് ജ്യൂസ് അടിക്കുന്ന ഏറ്റവും ലാഭകരമായിട്ടുള്ള പരിപാടി. ഇപ്പം ഞാൻ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ടൗണിൽ പോയപ്പോൾ ചെറുനാരങ്ങ 200 രൂപയാണ് കിലോന്. 200 രൂപ കിലോനൊക്കെ മേടിച്ച് കഴിഞ്ഞാൽ മുതലാവും. അതൊക്കെ ചൂടായപ്പോൾ അവരും ലാഭം ഉണ്ടാക്കിയാണ്. മറ്റേത് മഴക്കാലത്തൊക്കെ ആ സാധനം ഒരു കിലോന് 25 രൂപക്ക് കിട്ടിയിരുന്ന സാധനം ഇപ്പോൾ 200 രൂപയാണ്. അതായത് 5-6 ചെറുനാരങ്ങ എടുത്തപ്പോൾ 40 രൂപയും. അങ്ങനെ ഞാൻ അവിടെ വെച്ചിട്ട് ഒരു 2-3 ചെറുനാരങ്ങ 20 ഉറുപ്പിക 2-3 ചെറുനാരങ്ങ മേടിച്ചിട്ട് വന്നത്. മാങ്ങ ഇല്ലാത്തൊരു മാങ്ങ മേടിക്കണം നല്ലത്. കാരണം ഇപ്പോൾ ചക്രമത്ത 28 രൂപ 27 രൂപയാണ്. അപ്പോൾ ഒരു 4 കിലോ അല്ലാണ്ട് ഒരു ചക്രമത്ത കിട്ടില്ല. അപ്പോൾ ഒരു 100ൻ്റെ മേലേക്ക് അപ്പോൾ പോവുകയാണ്. 2.5 കിലോ മാങ്ങ അവിടെ 50 രൂപ 100 രൂപ 2.5 കിലോന്. അപ്പോൾ ഒരു കിലോനെങ്കിൽ അത്യാവശ്യം ജ്യൂസ് അടിക്കുകയാണ്. ഇത് കുറച്ച് ജ്യൂസ് അടിച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ ആവശ്യത്തിന് എടുത്ത് കഴിക്കാം നമുക്ക്. അപ്പോൾ എല്ലാവരും ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള പരിപാടികൾ ഇതാകുമ്പോൾ കുറച്ച് ആരോഗ്യത്തിന് നല്ലതാണ്. വീടുകളിൽ കിട്ടുന്ന ഈ സാധനം മാക്സിമം നമ്മൾ കളക്ട് ചെയ്യുക, തോട്ടി വെച്ച് പൊട്ടിക്കുക, അല്ലെങ്കിൽ അവരോട് ചോദിച്ചിട്ട് മേടിക്കുക. ചിലർ ഉപയോഗിക്കുന്നുണ്ടാവില്ല, മാങ്ങ ഇങ്ങനെ നിൽക്കണ്ടാവും, പൊട്ടി താഴവുണ്ടാവും. മാങ്ങോട്ടിക്കാരും വരാത്ത ഏരിയകളൊക്കെ ഉണ്ട്. അപ്പോൾ അത് നമ്മളെ വീട്ടിലുണ്ടായ മാങ്ങട്ടെ, ഞാൻ മേടിച്ചതല്ല. ഇപ്പോൾ നമ്മളെ വീട്ടിൽ ഞാനിപ്പോൾ ടെറസിൻ്റെ മേലെ കയറിയിട്ട് പൊട്ടിച്ച്. അപ്പോൾ ഞാൻ ചോദിച്ചാൽ ഇനിയിപ്പോൾ ഇങ്ങനെ മേടിച്ചിട്ട് കാര്യമില്ലല്ലോ, 4 ചെറുനാരങ്ങ ഒരു ചെറുനാരങ്ങ മേടിച്ച് കഴിക്കുക 5 രൂപ 6 രൂപയാണ് ചെറുനാരങ്ങ വരുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ ജ്യൂസ് അടിക്കുക, അതായിരിക്കും നല്ലത്. അപ്പോൾ ജ്യൂസ് കുറച്ച് കൂട്ടിയിട്ട് വെള്ളവും ലേശം അടിച്ചിട്ട്, മധുരം ഇടണ്ട, ഷുഗർ ആയിട്ടുള്ള കാരണം. അപ്പോൾ ജ്യൂസും കുറച്ച് പാല് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി ജ്യൂസ് കിട്ടും. അപ്പോൾ ആ വീട്ടിലെ അംഗങ്ങൾക്ക് അനുസരിച്ചിട്ട് അത് ഉണ്ടാക്കുക. അപ്പോൾ ഞാൻ എന്തായാലും ഇപ്പോൾ ഇത് മാങ്ങ ജ്യൂസ് അടിച്ചിട്ട് കുറച്ച് ഫ്രിഡ്ജിൽ വെക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ ആവശ്യത്തിന് നമുക്ക് വന്നു കഴിഞ്ഞാൽ എടുത്ത് കഴിക്കുകയും ചെയ്യുക. ഇപ്പോൾ മാങ്ങ ജ്യൂസ് അടിച്ച് കഴിഞ്ഞാലേ 2 ഐസും കട്ടൊക്കെ ഇട്ട് കഴിഞ്ഞാൽ കിളി പോവും. പിള്ളേർക്കൊക്കെ ഇത് കൊടുക്കുന്നില്ല. ഈ ഫ്രൂട്ടി അതേപോലെ തന്നെ പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഇപ്പോൾ ലൈം ജ്യൂസ് ആവശ്യം. ഇതൊരു കുപ്പിയിലാക്കിയിട്ട് അടിച്ചിട്ട് കൊണ്ടുപോകുക. അപ്പോൾ ഇടയ്ക്ക് ചോദിക്കുമ്പോൾ കൊടുക്കുക. അപ്പോൾ ഇതൊക്കെ ഒരു കുപ്പിയിലാക്കി കഴിഞ്ഞാൽ ഫ്രൂട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് പിള്ളേർ വാശി പിടിക്കുമ്പോൾ അതൊക്കെ ഒഴിവാക്കാൻ പറ്റും പിള്ളേർക്ക്. അതൊക്കെ പുഴു കളച്ച സാധനങ്ങളാണ്. ഇപ്പോൾ നമ്മളെ വീട്ടിൽ കിട്ടുന്ന സാധനങ്ങൾ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടുണ്ട് അടിക്കുക. ഇതിപ്പോൾ വലിയ സംഭവമല്ല, എന്നാലും ഈ ചൂട് കാലത്ത് ഇത് നിങ്ങൾ ഓർത്തിരിക്കേണ്ടതാണ്. കാരണം ഒരുപാട് ആൾക്കാർ വെള്ളം കുടിക്കാണ്ടൊക്കെ ആയിട്ട് പ്രശ്നങ്ങളാണ്. മൂത്രത്തിൽ കല്ല് വരിക, അത് ഇത് മറ്റേത് മറിച്ച്. അപ്പോൾ അതേപോലെ തന്നെ ചക്കയും ഇതുപോലെ പഴുത്ത് ചക്ക ജ്യൂസ് അടിച്ച് കുടിച്ചാൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമ്മളിതിൽ 2 മാങ്ങയായിട്ടുള്ളത്. ഒന്ന് ഒരു 300 അത് താഴെ വീണ് കഴിഞ്ഞാൽ മാങ്ങ ചളി പിളിയാവും. അപ്പോൾ ഞാനത് തോട്ടുകൊണ്ട് കൊക്ക മേടിച്ചിട്ടുണ്ട്. മറ്റേ മാങ്ങോട്ടിക്കാർ കൊണ്ട് അങ്ങനെ ഒരു കൊക്കുള്ള തോട്ടിയില്ലേ, അങ്ങനെ വല പോലുള്ള അത് മേടിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ മാങ്ങ പൊട്ടിക്കുന്നത്. അപ്പോൾ അത് താഴെ വീണില്ല. താഴെ വീണ് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ആ മാങ്ങ കട്ടിയുള്ള മാങ്ങ വെച്ചാൽ കുഴപ്പമില്ല, പക്ഷേ ചളിപിളി ആവണ മാങ്ങയാണ്. അത് ചളിപിളി ആവണ മാങ്ങ. അപ്പോൾ ഇത് ഞാൻ കൊട്ടുകൊണ്ട് പിടിച്ച കാരണം ചളിപിളി ആയിട്ടില്ല. അപ്പോൾ അത് തിന്നാൻ ടേസ്റ്റാണ്. മറ്റേത് എനിക്ക് എന്താണ് ഒരു ഇത് ചിലവർക്ക് ഇഷ്ടമല്ല, ചിലവർക്ക് അത് കുഴപ്പമില്ല, കഴിക്കും. ഞാനിപ്പോൾ ഒന്ന് ഇത് 300 കേട്ടോ. മറ്റേത് എന്താ പറയുക 19 വേറൊരു മാങ്ങയുന്നത്. അപ്പോൾ അത് അച്ചാറിടാൻ സൂപ്പറാണ്, മാങ്ങ കറിയിലിടാനൊക്കെ സൂപ്പറാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 2 മാങ്ങയുണ്ട്. അത് 2 മാങ്ങയായിട്ടാണ് ജ്യൂസ് അടിക്കുന്നത്. അത് ഒരെണ്ണം കിട്ടിയുള്ളൂ. അപ്പോൾ ഇനി വീഴും, രാത്രി വീഴും. അപ്പോൾ അത് ജ്യൂസ് അടിക്കുമ്പോൾ വലിയ കുഴപ്പമില്ല, തിന്നുമ്പോൾ മാത്രമാണ് അതിനൊരു ബുദ്ധിമുട്ട് പോലെ തോന്നുന്നത്. ഇങ്ങനെ ചളിപിളി പോലെ ആവണതേ, അത് ഒരു കുറവല്ലേ. മാങ്ങയായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ അധികം ചളിപിളി പാടില്ല. നമ്മൾ മാക്സിമം ചെറുതാക്കി ഇടുക, അല്ലെങ്കിൽ അടിക്കാൻ കുറേ സമയം എടുക്കും. അപ്പോൾ നമ്മൾ മാങ്ങ 2 കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യണത്, ചിലവർ ഇതിൽ പാല് മിക്സ് ചെയ്യും. പാല് മിക്സ് ചെയ്തിട്ട് അടിക്കുന്നവരുണ്ട്, അതൊക്കെ എക്സ്പെൻസീവാണ്. അപ്പോൾ നമ്മൾ വെള്ളമാണ് നമ്മൾ ഒഴിക്കുന്നത്. പിന്നെ മധുരം കുറവുണ്ടെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ പഞ്ചസാര ഇടാം. മധുരം ഇടാണ്ടിരിക്കുക നല്ലത്, കാരണം പഴുത്ത മാങ്ങ അത്യാവശ്യം മധുരമുണ്ട്. അപ്പോൾ നമ്മളിതിൽ പച്ചവെള്ളമാണ് മിക്സ് ചെയ്യുന്നത് കേട്ടോ, നല്ല തണുത്ത വെള്ളമാണ് മിക്സ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം കുറച്ച് അടിക്കുക, പിന്നെ വെള്ളം കുറവുണ്ടെന്നുണ്ടെങ്കിൽ കൂട്ടിയെടുക്കുക, ആൾക്കാരെ അനുസരിച്ചിട്ട് അതുവരെ ആക്കുക. അപ്പോൾ ഞാനത് അടിച്ചിട്ട് കൊണ്ടുവരാം. മാങ്ങ നല്ല രീതിയിൽ ജ്യൂസ് അടിച്ചിട്ടുണ്ട് കേട്ടോ, നല്ല നൈസായിട്ട് അടിക്കുക, കട്ട ഒഴിവാക്കുക. പിന്നെ നമ്മളതിൽ ഇടേണ്ടത് ഐസും കട്ട ഇടാം. അതിലൊരു ഐസും കട്ട ഉണ്ട്. ഇത് മുന്നേ മാങ്ങ ജ്യൂസ് അടിച്ച് ഐസ് ഉണ്ടാക്കിയതാണ് പിള്ളേർക്ക് വേണ്ടിയിട്ട്. ഇപ്പോൾ കുറച്ച് ഐസായി, അപ്പോൾ ഇത് വേണ്ട, കളയാം. ബാക്കി ഐസും കട്ട ഒരു 2-3 എടുക്കുക. ചില്ലി പോലെ നോക്കിയാൽ ഗ്ലാസ്സിൽ കണ്ട് ഇടുക. അപ്പോൾ അത് ഇട്ട് കഴിഞ്ഞാൽ ജ്യൂസ് ഒഴിക്കുക. നിങ്ങൾ ആവശ്യത്തിന് നിങ്ങൾ വെള്ളം ചേർത്തിട്ട് അടിക്കുക കേട്ടോ, നിങ്ങൾ ആവശ്യം. നമുക്ക് ഈ തിക്നെസ് ആവശ്യമാണ്, അത് കാരണം ഞാൻ ഇത്ര അടിച്ചിട്ടുള്ളൂ. ഇത് അടിക്കുക, നേരെ ഒരു സ്ട്രോങ് കൂടി ഇടുക. അപ്പോൾ ഐസും കട്ടയുണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ ഈ ചൂടിന് അധികം എക്സ്പെൻസീവ് ഇല്ലാത്ത, അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. അടിച്ച് ഫ്രിഡ്ജിലുണ്ട് വെച്ചോ, ആവശ്യത്തിനടുത്ത് കുടിക്കുക. പിന്നെ ഇതിൽ നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ കപ്പലണ്ടി ഇടുക. മാങ്ങ തന്നെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അതും ഇടുക. നമ്മൾ ഫ്രൂട്ട് സലാഡിനൊക്കെ കിട്ടില്ലേ, അതേപോലെ കട്ടകളാക്കിയിട്ട് ചെറിയ പീസുകളാക്കിയിട്ട് ഇടുക. ഇനിയിപ്പോൾ ബദാമോ പിസ്ത അങ്ങനെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇടുക, ഓരോരുത്തരെ ഇതനുസരിച്ചിട്ട്. അപ്പോൾ മാങ്ങ തന്നെ ഒരു ചെറിയ മാങ്ങ എടുത്തിട്ട് ചെറിയ പീസുകളാക്കിയിട്ട് ഇതിൽ ഇട്ടാലും ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ സ്പൂൺ വെച്ച് കഴിക്കാൻ പറ്റും. നമ്മളിപ്പോൾ ഒന്നും ഇടില്ല, കപ്പലണ്ടി ഉണ്ടെന്നുകൊണ്ട് കുറച്ച് കപ്പലണ്ടി ഇട്ടിട്ട് കഴിക്കണം എന്ന് വിചാരിക്കുന്നു.